നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും തന്നെ ഇപ്പോൾ റീൽസുകൾ കാണുന്ന കാലമാണ്. ഒന്ന് ജോലിക്കിടയിലോ അല്ലെങ്കിൽ പഠിക്കുന്നതിനിടയിലോ ഒക്കെ തന്നെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയാൽ മതി. നമ്മൾ ആദ്യം എടുക്കുന്നത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ അടുത്ത റീൽ എന്ത് എന്നൊരു ചൂണ്ടുവിരൽ കൊണ്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ്. എല്ലാ റീലുകളും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചിലരുടെ ബുദ്ധിമുട്ടുകളും ഫ്രസ്ട്രേഷനും ചില കമന്റുകളായി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായ ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യത്തിലെ പെൺകുട്ടിയെ കുറിച്ചാണ് പ്രധാന ചർച്ച. അടിസക്കെ ഇതാര് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ദൃശ്യം കണ്ട പലരും ചോദിച്ചു പോയത്. ദിനംപ്രതി സോഷ്യൽ മീഡിയയിൽ പല വെറൈറ്റി വീഡിയോകളാണ് വൈറലാകാറുള്ളത്. അതുപോലെ ഒരു വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ യുവാക്കൾ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം തുറന്ന ചെറുപ്പക്കാർ കണ്ടത് പത്മനാഭന്റെ നടയിൽ നിന്ന് നെറ്റിയിൽ ചന്ദനം ചാർത്തുന്ന ഒരു സുന്ദരി പെൺകുട്ടിയെയാണ്. ഉടനെ തന്നെ അക്കൗണ്ട് തപ്പി കയറിയതും എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഫലം. ദർശിച്ചത് മറ്റാരെയുമല്ല, ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ അനുപമയായിരുന്നു. അതിലും രസിപ്പിച്ചത് കമന്റുകളായിരുന്നു. കുട്ടികളെ പിടിക്കുന്ന ചേച്ചിയല്ലേ എന്നും എന്നെയും കൂടി തട്ടിക്കൊണ്ടു പോകാമോ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഇത് ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ ഈ അനുപമയുടെ യൂട്യൂബ് പേജിൽ ഇത്തരത്തിൽ അനുപമ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എനിക്കും ആറ്റുകാൽ അമ്മയുടെ അനുഭവം ലഭിച്ചിട്ടുണ്ട്, എനിക്കും ആറ്റുകാൽ അമ്മയുടെ ദർശനം ലഭിച്ചിരുന്നു, ഈ പൊങ്കാലിടാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യം എന്നൊക്കെ പറയുന്നു. കൊല്ലത്ത് നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിലൊക്കെ തന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അനുപമ മുന്നോട്ട് ഇറങ്ങിയിരുന്നു. ഏകദേശം 6 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ അനുപമയ്ക്കുണ്ട്. കഴിഞ്ഞ തവണ ഈ ഓയൂർ കുട്ടി തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട അന്ന് തന്നെയാണ് ഈ അനുപമ പത്മൻ എന്ന പേരിൽ ഇംഗ്ലീഷ് ചാനൽ തനിക്കുണ്ട് എന്ന് നേരത്തെ തന്നെ ആളുകൾ ശ്രദ്ധിക്കുകയും അത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ അനുപമയുടെ വൊക്കാബുലറി സ്കില്ല്, അതുപോലെ തന്നെ ഈ സംസാരിക്കുന്ന രീതി, ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം ഒക്കെ തന്നെ നാട്ടുകാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു. അതിലൊക്കെ തന്നെ അന്നും കമന്റുകൾ വന്നിരുന്നു. ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ പോരായിരുന്നോ എന്നൊക്കെ തന്നെ കമന്റ് വന്നിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ സീരീസ് ഒക്കെ കണ്ട്, ഇംഗ്ലീഷ് വെബ് സീരീസ് ഒക്കെ കണ്ട് അതിന്റെ അഡിക്റ്റ് ആയതിനു ശേഷമാണ് അച്ഛന് ഇത്തരം തട്ടിക്കൊണ്ടു പോകാനുള്ള മാർഗം മകൾ ഉപദേശിച്ചത് എന്നൊരു കമന്റും ഒക്കെ തന്നെ നിരവധിയായി വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ജാമ്യത്തിലാണ് ഈ അനുപമ ഉള്ളത്. 3ാം പ്രതിയായിട്ടാണ് അനുപമ ആ കേസിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അനുപമ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും ആ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ അമ്മയുടെ അനുഗ്രഹം തനിക്കും ലഭിച്ചു എന്ന പേരിൽ ഒരു വീഡിയോ ഇട്ടിരുന്നത്. അന്നത്തെ ദിവസം പൊങ്കാല ദിവസത്തെ കുറിച്ച് എല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ വീഡിയോയിൽ തനിക്ക് മുൻപുണ്ടായ അനുഭവത്തെക്കുറിച്ചോ അതിനുശേഷമുണ്ടായ അനുഭവത്തെക്കുറിച്ചോ ജയിലിലെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒന്നും തന്നെ പരാമർശമില്ല. അത്തരത്തിലൊരു സംഭവം തനിക്ക് നടന്നിട്ടില്ല എന്നൊരു മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോഴിതാ ഈ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം വരുന്ന കമന്റുകൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ പലരും ആ ഒരു സംഭവം മറന്നിരിക്കുകയാണ്. തെറ്റ് പറ്റിപ്പോയതാണ്, അതങ്ങ് ക്ഷമിക്കൂ എന്ന് പറയുന്നു. എന്തിനാണ് നിങ്ങൾ ഈ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത്? നാളെ ഇവളും നല്ല രീതിയിൽ ഒരു മാതൃകയായി മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് താങ്ക് യു എന്ന രീതിയിൽ അനുപമ കമന്റ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ അതിനൊക്കെ തന്നെ താഴെ ഇതിനൊക്കെ തന്നെ റിപ്ലൈയുമായി ചിലർ വരുന്നുണ്ട്. അതിൽ പ്രധാനമായി അവർ പറയുന്നത്, നിങ്ങളുടെ കുട്ടിയാണ് തട്ടിക്കൊണ്ടു പോയിരുന്നത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ അഭിപ്രായപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. തീർച്ചയായും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടിയെ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയെ, നമ്മുടെ സുഹൃത്തിന്റെ കുട്ടിയൊക്കെയാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ട് മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു പോസ്റ്റുമായി ആ ഒരു പ്രതി വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ, അതായത് കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഒരു തെറ്റ് ചെയ്തയാൾക്ക് തിരുത്താനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട് നൽകുന്നുമുണ്ട്. അങ്ങനെ തിരുത്തട്ടെ, ചെയ്തത് കുറ്റമാണ് എന്ന ബോധ്യമാവട്ടെ, അത് ആവർത്തിക്കാതിരിക്കട്ടെ. പക്ഷെ അപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം തെറ്റ് ചെയ്യാനുള്ള പ്രേരിപ്പിക്കൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതും കൂടിയാണ്. പക്ഷേ ഇതുവരെയുള്ള വീഡിയോയിലൊന്നും തന്നെ അത്തരം കമന്റുകളോ അത്തരം സംഭാഷണമോ ഒന്നും തന്നെ വന്നിട്ടുമില്ല. എന്തായാലും ചില കമന്റുകൾ നമുക്ക് നോക്കാം. ഇത് ട്രോളായിട്ടൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്നതുമാണ്. എന്തായാലും വീഡിയോ ഇപ്പോൾ ഏതായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ സജീവമായ അനുപമ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് പുതിയ റീല് ഇട്ടിരിക്കുന്നത്. ഇതുവരെ 80,000-ഓളം പേരാണ് റീൽ ലൈക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം അതായത് ഈ പത്മനാഭനെ തട്ടിക്കൊണ്ടു പോകാൻ കൂടിയാണോ വന്നത് എന്ന ചോദ്യമൊക്കെ തന്നെ കമന്റിൽ കാണാം. അതേസമയം കൊല്ലം ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ അനുപമയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു.
ആവശ്യപ്പെട്ടിരുന്നു. ബാംഗ്ലൂരിൽ LLB കോഴ്സിന് ചേരാനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ ആവശ്യം. കർശന ഉപാധികളോടുകൂടിയാണ് ജസ്റ്റിസ് CS ഡയസ് ജാമ്യം അനുവദിച്ചിരുന്നത്. എല്ലാ മാസവും 3-ാം ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം, മറ്റാവശ്യങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ. 2023 നവംബർ 27-നാണ് ഓയൂരിൽ 6 വയസ്സുകാരിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ കോടതി കൊല്ലത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എന്തായാലും എത്തി വൈറലായിരിക്കുകയാണ് ആള്. എന്തായാലും പഠനവുമായി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ പഠിക്കണം, LLB പഠിക്കണം എന്നടക്കമുള്ള കാര്യവും പറയുന്നുണ്ട്. അനുപമയുടെ പിതാവ് മാമ്പള്ളിക്കുന്നം, കവിതാരാജിൽ പത്മകുമാർ, അമ്മ അനിത എന്നിവരാണ് 1-ഉം 2-ഉം പ്രതികൾ. 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട പ്രതികൾ പിന്നീട് കുട്ടിയെ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനിടെ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കാൻ ശ്രമിക്കാൻ എങ്ങനെ തോന്നി എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ ചോദ്യം. തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിന് ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ IP അഡ്രസ് നോക്കിയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. അതിനർത്ഥം അവർ കുട്ടിയെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ തട്ടിക്കൊണ്ടുപോകൽ ഒരു കുറ്റകൃത്യം തന്നെയാണ്. മാത്രമല്ല അങ്ങനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ നിന്ന് ആ കുട്ടി അനുഭവിച്ച ആ ഒരു വേദന, വിഷമം, ഒരുപക്ഷെ ആ കുട്ടിക്ക് എത്ര വയസ്സായാലും, കുട്ടീനെ എത്ര വളർന്ന് വലുതായാലും ആ ഒരു മെന്റൽ ട്രോമ ആ കുട്ടിക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റല്ല എന്ന് നമുക്ക് ആർക്കും പറയാനും സാധിക്കുകയില്ല. എന്തായാലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുറ്റകൃത്യം തന്നെയാണ്, അതിന് ശിക്ഷ ലഭിക്കണം എന്നാണ് മറ്റൊരു കമന്റ്. എപ്പോഴാണ് പുറത്തിറങ്ങിയത് എന്നിങ്ങനെയുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട്. മാധവൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്നും റോക്കി ബായ് ഇന്ന് എത്ര കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നും അടുത്ത പ്ലാനിംഗ് ആണ് എന്ന് തോന്നുന്നു എന്നും ഒക്കെയാണ് കമന്റുകൾ എത്തിയിരിക്കുന്നത്. വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾക്കിടയിലും ട്രോളർമാർക്കും വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടുമുണ്ട്. മാത്രമല്ല ഈ ഒരു ആറ്റുകാൽ പൊങ്കാല ദിവസം ഇട്ട ആ വീഡിയോയ്ക്ക് വലിയ രീതിയിൽ ട്രോളുകളും ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. ഇപ്പോൾ എന്തും ഏതും ട്രോളാണല്ലോ, അങ്ങനെ ട്രോളും ഒക്കെ ലഭിച്ചിരുന്നു. ഒരു വലിയൊരു ഭക്ത ഇറങ്ങിയിരിക്കുകയാണ്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ഭക്ത ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം ട്രോളുകൾ എത്തിയിരുന്നു. ഏതായാലും ഈ കുട്ടി ഇപ്പോൾ പശ്ചാത്താപത്തിന്റെ വഴിയിലേക്കാണോ, പാതയിലേക്കാണോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും മറുവശത്ത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അല്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നമുക്ക് ഒരിക്കലും പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതും തന്നെയാണ്. അന്ന് കേരളം ഒന്നടങ്കമാണ് ആ ദിവസം രാത്രി കണ്ണിൽ എണ്ണ ഒഴിച്ച ഈ കുട്ടിക്കായി കാത്തിരുന്നത്. അപ്പോൾ കേരളത്തെയും മലയാളികളെയും ഒക്കെ തന്നെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഒരു ഗോഡൌണിൽ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഒരു പക്ഷേ ആ ഒരു ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അതൊരു വിജയകരമായി പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ അവർ ഇനിയും ഇത്തരം പ്ലാനുമായി മുന്നോട്ട് പോയേനെ എന്നുള്ളതാണ് ഏറ്റവും കൂടുതലും വ്യക്തമാകുന്ന കാര്യം. ഏതായാലും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അനുപമയുടെ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുകയാണ്.